ഹലോ ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശാരദ അമ്മ നമ്മുടെ ശാന്തയോട് പറയുന്നുണ്ട്, നമ്മുടെ രണ്ട് മക്കൾ ഒരാളെ മാത്രമേ കിട്ടത്തുള്ളൂ, ഒരാൾക്ക് മാത്രമേ ഒരാൾ മാത്രമേ ഇനി തിരിച്ചു വരുത്തുള്ളൂ എന്ന് ശാരദ അമ്മ ശാന്തയോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നത് തന്നെ വലിയൊരു ട്വിസ്റ്റാണ്. അതിൽ ആരാണ് തിരിച്ചു വരാൻ പോകുന്നത്? ഇനി പപ്പിമോളാണോ അതോ സത്യമോളാണോ വരുന്നതെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ രണ്ട് കുട്ടികളും തന്നെ ശാലിനിക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വലിയൊരു ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് തന്നെ നോക്കാം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം രോഹിത്തും ശ്യാമയും അതുപോലെ നമ്മുടെ വിഷ്ണുവും കൂടെ തനിയെ അന്വേഷിച്ചിറങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ശാലിനി പറഞ്ഞു വിട്ട രീതിക്കകത്ത് വന്ന ദേവേട്ടൻ അവരുമായിട്ടുള്ള ഉടക്കൊക്കെ കഴിഞ്ഞിട്ട് പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് പോകുന്നു. അതൊന്നും കാണിക്കുന്നില്ല. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നേരെ ശാരദാമ്മയുടെ വീടാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന നടുക്ക് വെച്ച് ബസ്സാണ് കാണിക്കുന്നത്. ബസ്സിനകത്ത് കുട്ടികൾ രണ്ടുപേരിയ്ക്കുന്നു. ആ വൃത്തിയായിട്ട് ആ വ്യക്തി ഉണ്ടല്ലോ, പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നോക്കുന്ന ആ വ്യക്തി ഈ പിള്ളേരെ തന്നെ നോക്കിയിരിക്കുന്നു. ആ പിള്ളേരെ കാണുമ്പോൾ അയാൾക്ക് ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെ മനസ്സിലൊരു ഊറിച്ചിരിയൊക്കെ മനസ്സിനകത്തുണ്ട്. പിന്നെ കാണിക്കുന്നത് ശാലിനിയുടെ വീടാണ്. ശാലിനിയുടെ വീട്ടിനകത്ത് ശാലിനി ഡ്രൈവർക്ക് ഒരു കോൾ വരുന്നു. ഞാൻ പറഞ്ഞേക്കാം എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ നേരെ ഒരു ഓട്ടോ കയറി വരുവാണ്. ആ ഓട്ടോയ്ക്കകത്ത് നമ്മുടെ ശാരദാമ്മയാണ് വന്ന് വീട്ടിലേക്ക് ഇറങ്ങുന്നത്. വീട്ടിലിറങ്ങുന്ന ശാരദാമ്മ ശാലിനി മുറ്റത്ത് തന്നെ എപ്പോഴും ശാലിനി തുടങ്ങുന്നു, മോളെ സ്കൂളിൽ നിന്ന് പറഞ്ഞേക്കാം ഇതായല്ലോടി, എന്ത് ചെയ്യൂടി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അമ്മ എനിക്കെല്ലാം അറിയാമേ, പക്ഷേ നമുക്ക് ഇപ്പം ഗവനിച്ച് മാത്രമേ കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ. നമ്മുടെ രണ്ട് മക്കളാടി എന്ന് പറയാം. അമ്മ എനിക്കെല്ലാം അറിയാം, ഞാൻ രണ്ട് മക്കളെയും കൊണ്ടേ വരത്തുള്ളൂ അമ്മ അത് പേടിക്കണ്ട. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഓരോ കാര്യങ്ങളും കൂട്ടി 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 നമ്മൾ വെച്ച് എല്ലാത്തിനെയും ആരോടും ഒരു സത്യങ്ങളും പറയാൻ നമ്മൾ ഒതുക്കി വെച്ചിട്ട് ഇന്ന് എല്ലാം കൂടെ ചെന്ന് ചീട്ട് കൊട്ടാരം പോലെ വീണ് തർക്കാൻ എങ്ങനെയാമേ നമുക്ക് പറ്റുന്നത്? അത് വീഴാതെ തന്നെ വേണം നമുക്ക് നമ്മുടെ രണ്ട് പിള്ളേരെയും തിരിച്ചെടുക്കാൻ. അതിനു വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും പരിശ്രമിക്കാം അമ്മ വിഷമിക്കേണ്ട. എന്നാലും നമ്മുടെ രണ്ട് മക്കളാടി ശാലിനി എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ ഒരു കാരണം കൊണ്ടും പേടിക്കില്ല, ഞാനല്ലേ ഉള്ളത്, ഞാൻ രണ്ടുപേരെയും കൊണ്ടേ വരത്തുള്ളൂ, ഞാൻ വാക്ക് പറഞ്ഞല്ലേ അമ്മേ. അപ്പം ഗോപാലൻ പറയുന്നു, മക്കളെ നോക്കണേ മക്കളെ, നമ്മുടെ രണ്ട് മക്കളാണെന്ന് പറയുമ്പോഴത്തേക്കും ഡ്രൈവർ പറയുന്നുണ്ട്, മാഡം കോൾ വന്നു പോലീസ് സ്റ്റേഷനിലേക്ക് കൺട്രോൾ റൂമിലേക്ക് എല്ലായിടത്തും CCTVയുടെ ഫുട്ടേജും അനുപലവി എത്തിച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ അവിടെ നിന്ന് തുടങ്ങി മെയിൻ റോഡുകളിൽ നിന്നുള്ള എല്ലാവിധ ദൃശ്യങ്ങളും എത്തിച്ചിട്ടുണ്ട്. അപ്പം CM ആണെങ്കിൽ ഉടനടി തന്നെയുള്ള നടപടി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ പോലീസ് ടീമിനെയും ഈ കാര്യത്തിലേക്ക് ഇടപെടുത്തിയിട്ടുണ്ട്. അതുപോലെ സ്പെഷ്യൽ ടീമിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് മാഡം ഈ ഒരു കാര്യത്തിലേക്ക് ഈ ഒരു കേസ് മാത്രം അന്വേഷിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ശാരദാമ്മയ്ക്കൊക്കെ ഒരു സമാധാനം തോന്നുന്നുണ്ട്. ഉടനെ ശാലിനി അമ്മ എന്നാൽ ശരി ഞാൻ ഇറങ്ങുവാണേ എന്ന് പറഞ്ഞിട്ട് നേരെ വന്ന് ഗോപാലേട്ടൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കണം. ഉടനെ ഗോപാലേട്ടൻ കുനിഞ്ഞ് താഴെ അനുഗ്രഹം മേടിക്കാനായിട്ട് കാൽ മുത്താൻ വിടാതെ തന്നെ ഗോപാലൻ പറയുന്നത്, മക്കൾ നീ പോയിട്ട് വാ, വിജയിച്ചിട്ട് വാ. കാരണം ഒരു അമ്മയുടെ ഒരു പോരാട്ടം, അത് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിൽ ഒരു അമ്മ ജയിച്ച ചരിത്രമേ ഉള്ളൂ, നീ ജയിച്ചിട്ട് വരും മോളെ, നീ പോയിട്ട് വാ എന്ന് പറഞ്ഞ് വിടുവാണ്. അത് ശാലിനി കാറിൽ കയറി ശാലിനി പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്, ഈ കേസ് അന്വേഷിക്കുന്നത് നമ്മുടെ ചന്ദ്രബോസ് അല്ല. ചന്ദ്രബോസിന് പകരം ഈ കേസിൻ്റെ മെയിൻ ഉത്തരവാദിത്തം കൊടുത്തിരിക്കുന്നത് ADGP ആയിട്ട് ഇപ്പം ചുമതലയിൽ വന്നിരിക്കുന്നത് ശ്രീരഞ്ജിനി IPS ആണ്. ശ്രീരഞ്ജിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ശാലിനി ആയിട്ടുള്ള ആ സൗഹൃദവും എല്ലാം തന്നെ ശാലിനിക്ക് ഈ കേസിനകത്ത് വളരെ ഉപകാരമായിരിക്കും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിഷ്ണുവും അതുപോലെ ശ്യാമ എല്ലാവരും കൂടെ കാർ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവരൊരു ധൃതിക്കകത്ത് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാണിക്കുന്നത്. ഇവിടെ ഇന്ന് ശാരദാമ്മയും അതുപോലെ ഗോപാലനും തമ്മിൽ രണ്ടുപേരും പരസ്പരം കാര്യങ്ങൾ പറയുന്നു. അപ്പോഴത്തേക്കും ശാരദ പറയുന്നത്, എൻ്റെ ബന്ധുക്കളിൽ ആരെയും നഷ്ടപ്പെട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത് ഗോപാലേട്ട, എന്തൊക്കെയോ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതുപോലെ തോന്നുന്നു. എനിക്ക് ഇന്ന് ദിവസം ഓർമ്മ വരുന്നത് ഗോപാലേട്ടൻ ഞങ്ങൾ 3 മക്കളെയും എന്നെ ആയിട്ട് തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ ദിവസമാണ് എനിക്കിന്ന് ഓർമ്മ വരുന്നത് പറയുമ്പോൾ ഗോപാലേട്ടൻ പറയുന്നു, അതൊക്കെ ഞാൻ എപ്പോഴും മറന്നു കളഞ്ഞ കാര്യമാണ് ശാരദ, അതൊക്കെ എൻ്റെ പ്രായം കൊണ്ടാണെന്ന് അറിയത്തില്ല, അതൊന്നും എനിക്കിപ്പോൾ ഓർക്കാൻ പോലും എൻ്റെ മനസ്സിൽ പോലും അതൊന്നും വരാറില്ല, അങ്ങനത്തെ ഒരു കാര്യം നടന്നതുപോലും എൻ്റെ മനസ്സിൽ വരാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശാരദാമ്മ ഭയങ്കര സങ്കടത്തിനകത്താണ്, ടെൻഷനും ഉണ്ട്. കാരണം മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും, ഒന്ന് ശാലിനിയും വിഷ്ണുവും തമ്മിൽ കണ്ടുമുട്ടാൻ പാടില്ല. സത്യഭാമയ്ക്ക് യഥാർത്ഥത്തിൽ ശാലിനിയുടെ മകളാണ് ഈ പറയുന്ന കുട്ടി സത്യം എന്ന് അറിയാൻ പാടില്ല. അതുകൂടാതെ തന്നെ നമ്മുടെ രണ്ട് പിള്ളേരെയും കണ്ടെത്തണം. ഇതെല്ലാം അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇതെല്ലാം കണ്ടെത്തണം. ഈ എല്ലാ ടെൻഷനും കൂടെ ചേർന്ന് നമ്മുടെ ശാരദാമ്മ സങ്കടം അനുഭവിക്കുകയാണ്. ശാരദാമ്മയും ഗോപാലനും ഇങ്ങനെ സംസാരിക്കാം. ശാരദാമ്മ പറയുന്നുണ്ട്, ഗോപാലനെ അകത്ത് പോയിക്കോ, കാരണം മഴയുടെ കോളൊക്കെ ഉണ്ട്, അപ്പോൾ ഇരുന്ന് വെറുതെ വാദമൊന്നും കൂട്ടണ്ട, അപ്പം പോയിക്കോന്ന് പറയുമ്പോഴത്തേക്കും ഗോപാലൻ പ്രായമായി പോയതിൻ്റെ ഒരു സങ്കടമുണ്ട്. കാരണം അല്ല എന്നെങ്കിൽ പുള്ളിക്കാരൻ തന്നെ ചാടി മുണ്ടും മടക്കി കുത്തി ഇറങ്ങിയേനെ. അതിന് പറ്റാത്തൊരു സങ്കടം. ശാലിനി കാറിനകത്ത് വിഷമിച്ച് കൺട്രോൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ കാണിക്കുന്ന
എന്താണ് ബസ് തന്നെയാണ് കാണിക്കുന്നത്. ആ ബസ്സിനകത്ത് എന്താണ് ഈ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്ന അയാൾ പിള്ളേരെ തന്നെ നോക്കി എന്തൊക്കെയോ അയാൾ സൂത്രപ്പണി ഒപ്പിക്കുകയാണ്. അവരുടെ മാലയൊക്കെയാണ് മോഷ്ടിക്കാനായിട്ട് നോക്കിയിട്ടുള്ളത്. പക്ഷെ മാല മോഷ്ടിക്കുന്ന പോലും അയാൾ ചുമ്മാ മോഷ്ടിക്കുകയല്ല, ഈ പിള്ളേരുടെ മുന്നിൽ അയാളുടെ ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടി അയാൾ മോഷ്ടിക്കുകയാണ്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ അതേ കാണിക്കുന്നത് ഈ മാറി മാറി എന്താണ് ശാരദാമ്മേൻ്റെ ഒരു ഭാഗം, പിന്നെ അതുപോലെ ശ്യാമ കാറി പോകുന്ന ഒരു ഭാഗം, പിന്നെ കുട്ടികൾ ബസ്സിനകത്തുള്ള കാര്യം. ഇത് തന്നെ സീൻ മാറി മാറി കാണിക്കുന്നു. പിന്നെ കാണിക്കുന്നത് മീൻപാറയിലേക്ക് പോകുന്ന റൂട്ടാണ് കാണിക്കുന്നത്. പിന്നെ കൺട്രോൾ റൂം എത്തി. കൺട്രോൾ റൂമിനകത്ത് ഉള്ള സീൻ എന്ന് പറയുമ്പോഴത്തേക്കും പോലീസുകാരും ബാക്കിയുള്ള അസിസ്റ്റൻസും കൂടെ വീഡിയോ ഫൂട്ടേജസ് നോക്കുവാണ്. അപ്പോഴത്തേക്ക് നഹാസ് എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ഓഫീസർ പറയുന്നുണ്ട്. ഈ നഹാസ് എന്ന ഓഫീസർ ആരാന്നറിയോ? നമ്മുടെ കുട്ടികൾ പോയി പടം വരപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്ന മെയിൻ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നല്ലോ. ഇത് വലിയ ശല്യമായല്ലോ, ഞാനിത് വരച്ചെന്നില്ലെങ്കിൽ. അപ്പം വേറൊരാൾ പറയുന്നുള്ളൂ, സാർ വരച്ചു കൊടുത്തിട്ടേ കളക്ടർ മാഡത്തിൻ്റെ മോളാന്ന് പറയുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ എന്തിനാ എൻ്റെ തലേ വന്ന് കയറുന്ന പറഞ്ഞിരുന്ന അവിടുത്തെ അന്നത്തെ ആ സ്റ്റേഷൻ്റെ മെയിൻ ഓഫീസർ ആരായിരുന്നോ ആ മെയിൻ ഓഫീസർ തന്നെയാണ് ഇവിടുത്തെ ഈ നഹാസ് എന്ന് പറഞ്ഞ ഓഫീസർ. അപ്പോൾ ആ നഹാസിനാണ് ഇവിടുത്തെ ലോക്കൽ കാര്യങ്ങളുടെ എല്ലാ ചുമതലയും നമ്മുടെ ശ്രീരഞ്ജിനി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതൊരു ഫൂട്ടേജ് നോക്കുവാണ്. എടോ വേഗത്തിൽ ഫൂട്ടേജൊക്കെ നോക്കടോ, വല്ലതും കിട്ടുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ ഇപ്പം എന്താണെന്നറിയോ, ആ സ്ത്രീ വന്നിട്ട് എന്താണ് വലിയ പ്രശ്നമാക്കും. സാർ നമുക്ക് ശാലിനി മാഡത്തിൻ്റെ അടുത്ത് പറയാമെന്നല്ലേ, അറിയാലോ ആരെ മോളെ കാണാതായിരിക്കുന്നത്, അറിയാം സാർ കളക്ടറിൻ്റെ മോളേന്ന് അറിയാം. പക്ഷേ ശാലിനി മാഡത്തിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ശാലിനി മാഡത്തിന് കാര്യം പറഞ്ഞാലൊക്കെ മനസ്സിലാവും. പക്ഷേ ശാലിനി മാഡത്തിനെ പോലെ അല്ല നമ്മുടെ ഈറ്റപ്പുലി വരുന്നുണ്ട്, അതും പെൺപുലി. ആരാന്നറിയോ? അതാരാ സാറേ? നമ്മുടെ ശ്രീരഞ്ജിനി മാഡം തന്നെ. ശ്രീരഞ്ജിനി മാഡത്തിന് ഈ കേസിനകത്ത് എന്തോ പറയുക കാര്യം സാറേ? ഒരു മിസ്സിങ് കേസ് മാത്രമല്ലോ, അതിലേക്ക് എന്തിനാ ശ്രീരഞ്ജിനി മാഡം വരുന്നത്? അത് തനിക്കറിയത്തില്ല. ശ്രീരഞ്ജിനി മാഡം എന്ന് പറയുന്നത് ശാലിനി മാഡത്തിന് വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അതുമല്ലാതെ മാഡം ഒരു കളക്ടർ ആയതുകൊണ്ട് ഈ കേസിനകത്ത് പ്രത്യേകം തന്നെ CM എന്താണ് ശ്രീരഞ്ജിനി മാഡത്തിന് തന്നെ ഈ കേസിന് ചുമതല കൈമാറിയിരിക്കുകയാണ്. അവർക്ക് പിന്നെ പ്രത്യേകിച്ച് ഈ മിസ്സിങ് കേസ് എന്ന് പറഞ്ഞാലും അതും പെൺകുട്ടികളുടെ മിസ്സിങ് കേസ് എന്നൊക്കെ പറയും പ്രത്യേക താല്പര്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യം നമ്മളൊരു ചെറിയ ഫോൾട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി എന്തൊക്കെ നല്ല ചെയ്താലും അതെല്ലാം വിട്ട് നമ്മൾ എന്ത് വിട്ടുപോയോ അത് പറഞ്ഞ് അവരെ നമ്മൾ വഴക്ക് പറയാനാണ് ചാൻസ് ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും പറഞ്ഞ് നമ്മുടെ പെൺപുള്ളിയായിട്ടുള്ള രീതിയിൽ നമ്മുടെ ശ്രീരഞ്ജിനി IPS കയറി വരുന്നുണ്ട്. ഇപ്പം ശ്രീരഞ്ജിനി IPS മാത്രമല്ല, ഇപ്പം ADGP ആണ്. മുന്നേ എന്ന പോസ്റ്റിനേക്കാളൊക്കെ വളരെ ഉയർന്നൊരു പോസ്റ്റ്. അതായത് ഈ DGPക്ക് മാത്രമേ ആൻസർ ഉള്ളൂ. അപ്പോൾ ശ്രീരഞ്ജിനിക്ക് എന്താണ് DGPയുടെ കോൾ വന്നു. സർ ശ്രീരഞ്ജിനി സ്പീക്കിംഗ്, ഇനി തൊട്ട് ഈ കേസിന് ഞാനാണ് സർ ടേക്ക് ഓവർ ചെയ്യുന്നത് എന്ന് ശ്രീരഞ്ജിനി പോലീസിൻ്റെ അടുത്ത് എന്താണ് DGP എടുത്ത് കോളിനകത്ത് അഡ്രസ്സ് ചെയ്ത് പറയുന്നു. ശ്രീരഞ്ജിനി വന്നോടെ തന്നെ ചോദിക്കുന്നുണ്ട്, നഹാസെ എന്തൊക്കെ വരെ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് നഹാസ് പറയുന്നുണ്ട്. അതായത് നഹാസ് എന്ന് പറയുന്നത് പോലീസ് ഓഫീസറാണ്. അപ്പം പോലീസ് ഓഫീസർ നഹാസ് പറയുന്നുണ്ട്, മാഡം ഞങ്ങൾ എല്ലാ CCTV ഫുട്ടേജും എല്ലായിടത്തും, അതായത് എയർപോർട്ടിലെയും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലെയും സ്കൂളിൻ്റെ അടുത്തുള്ളതും എല്ലാം കളക്ട് ചെയ്തു. ഉടനെ ശ്രീരഞ്ജിനി പറയും, നിങ്ങൾ എന്തൊക്കെ ആവശ്യമില്ല ചവറുകൾ കളക്ട് ചെയ്തു എന്നുള്ളതല്ല എനിക്കറിയേണ്ടത്, ആവശ്യമുള്ള എന്ത് നിങ്ങൾക്ക് കിട്ടിയെന്നതാണ് എനിക്കറിയാവേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്കും മാഡം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ശ്രീരഞ്ജിനി നേരെ ആ ഫൂട്ടേജ് നോക്കാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോഴത്തേക്കും കറക്റ്റ് ശ്രീരഞ്ജിനി നോക്കുന്ന അതേ മിനിറ്റിൽ തന്നെ നമ്മുടെ ഈ 2 കുട്ടികളും കൂടെ നടന്ന് ആ സ്കൂളിൻ്റെ ആ റോഡിൽ കൂടെ നടന്ന് പോകുന്നില്ലേ, അത് എത്ര ദൂരമുണ്ട് ബസ് സ്റ്റേഷനിലേക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് അവർ പോകുന്ന അതേ റോഡിൻ്റെ ആ CCTV ഫുട്ടേജ് ശ്രീരഞ്ജിനിയെ കണ്ണിൽ പെട്ടു. ഉടനെ ശ്രീരഞ്ജിനി സ്റ്റോപ്പ് ഇറ്റ് ദർ, തന്നോടാണ് പറഞ്ഞത് സ്റ്റോപ്പ് ഇറ്റ് ദർ എന്ന് പറയുമ്പോഴത്തേക്ക് റീവൈൻഡ് ഇറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് റീവൈൻഡ് കാണിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് കുട്ടികൾ തന്നെ. അപ്പോഴത്തേക്ക് അവരെ കണ്ടുപിടിച്ച് പിന്നെ അടുത്ത ഫുട്ടേജ്, ഇതിൻ്റെ നെക്സ്റ്റ് ഫുട്ടേജ് ഇട്ടു, വേഗം പ്ലേ ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഫുട്ടേജ് ഇട്ടു. നെക്സ്റ്റ് ഫുട്ടേജ് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കറക്റ്റ് സ്കൂളിൻ്റെ അടുത്തുള്ള നിയർ ബൈ ബസ് സ്റ്റോപ്പിൻ്റെ അകത്തു നിന്നുള്ള കിട്ടിയ ഫുട്ടേജും കിട്ടി. അതിലും കുട്ടികൾ തെളിഞ്ഞു. അപ്പോഴത്തേക്ക് ഒരു ബസ് വന്ന് നിൽക്കുന്ന കാണുന്നു. ആ ബസ്സിലേക്ക് ഈ കുട്ടികൾ കയറുന്നതും കാണും. അപ്പോൾ ശ്രീരഞ്ജിനി പറയും സൂം ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ബസ്സിനെ സൂം ചെയ്യുവാണ്. അപ്പോൾ സൂം ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് അതിലേക്ക് മീൻപാറ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ ശ്രീരഞ്ജിനിക്ക് കുട്ടികൾ പോയ സ്ഥലം മീൻപാറ എന്നാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഇതുവരെ കിട്ടുമ്പോൾ തന്നെ ഒരു ഒരു പ്രാഥമിക രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ വലിയൊരു ഭാഗം അവർക്ക് കണ്ടെത്താൻ ഉടൻ തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയൊരു കാര്യം. അപ്പോഴത്തേക്കും നമ്മൾ ശാലിനി ഓടിപ്പിടിച്ചുകൊണ്ട് അവിടെ വന്നു കഴിഞ്ഞു. ഉടനെ ശാലിനി ചേച്ചി എന്ന് പറഞ്ഞിട്ട് കൈ സങ്കടത്തോട് കയറി പിടിക്കുമോ, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ജില്ലാ കളക്ടറാണ്. അപ്പം ശാലിനിയെ കാണുമ്പോൾ തന്നെ എല്ലാവരും എണീറ്റ് സല്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ജില്ലാ കളക്ടറാണ്, മോളെ നീ അതനുസരിച്ച് പെരുമാറും, നീ വിഷമിക്കേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഒറ്റയ്ക്കല്ല ശാലിനി എന്ന് പറയുന്നുണ്ട്. എൻറ്റയർ പോലീസ് ഫോഴ്സ് തന്നെ നിൻ്റെ കൂടെ ഉണ്ട്. അപ്പം നമുക്ക് കുട്ടികൾ പോയിരിക്കുന്ന മീൻപാറയിലേക്കാന്ന് മനസ്സിലായെന്ന് പറയുമ്പോൾ മീൻപാറയിലേക്കോ എന്ന് ശാലിനി നോക്കുവാണ്. കാരണം ശാലിനിക്ക് എന്തിനാ മീൻപാറയിൽ പോയെന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷേ ഈ നഹാസ് എന്ന് പറഞ്ഞ ഓഫീസറിന് എങ്ങനെയെങ്കിലും ഒന്ന് ഓർമ്മ വന്ന് പറയുവാണെങ്കിൽ മീൻപാറയിലേക്ക് പോയതിൻ്റെ കാരണവും അതിൻ്റെ കാര്യവും ലിങ്കും കൂടെ ഈ പിള്ളേരെ കണ്ടുമുട്ടുന്നതിന് മുന്നേ തന്നെ കിട്ടാനാണ് ചാൻസ് ഉള്ളത്. അപ്പോഴത്തേക്കും കൂടെ അനുപല്ലവിയുണ്ട്. അനുപല്ലവി ഭയങ്കര സങ്കടത്തിനകത്താണ്.
ആ ശാലിനി, നീ ബോൾഡായിരിക്കും, നീ എന്തിനാ സങ്കടപ്പെടുന്നത്? ഞാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ കേസിൻ്റെ ടോട്ടൽ ചാർജ് എനിക്കാണ്, അതറിയാലോ, മനസ്സിലായല്ലോ. അപ്പം അറിയാൻ ചേച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഷാനിക്ക് ടെൻഷനുണ്ട്. അപ്പോഴത്തേക്കും ഇപ്പം തന്നെ നമുക്ക് എന്താണ് പോലീസ് ഫോഴ്സ് മീൻപാറയിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് അവിടെ നിന്ന് കുട്ടികളെ ട്രാക്ക് ചെയ്യാം. ആ ബസ്സിൻ്റെ കണ്ടക്ടറുടെ നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലാലു എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയാണ് അതിന് ഡ്രൈവർ. അപ്പം ആ നമ്പറും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കത് വെച്ച് എന്താണ് കുട്ടികൾ ആ ബസ്സിൽ തന്നെ കയറിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, മീൻപാറയിലേക്കുള്ള ബസ്സായതുകൊണ്ട് മീൻപാറയിൽ തന്നെയാണോ ഇറങ്ങുന്നത്, അതിന് നടുക്ക് എവിടെയെങ്കിലും ഇറങ്ങാനുള്ള ചാൻസ് നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മീൻപാറയിലേക്കാണെങ്കിൽ ബാക്കിയൊരു പ്രശ്നവും കുഴപ്പമില്ല ശാലിനി, പക്ഷേ ഒറ്റൊരു കാര്യമേ ഉള്ളൂ, ഒറ്റൊരു അപകടമുണ്ട് എന്ന് പറയുമ്പോൾ ശാലി പറയുന്നത് മീൻപാറ ഫോറസ്റ്റ് അല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അതേ ശാലി, മീൻപാറ ഫോറസ്റ്റ് നമുക്കറിയാലോ, അതായത് വന്യജീവികളുടെയും അതുപോലെ നരഭോജികളായിട്ടുള്ള പുലിയുടെയും സിംഹത്തിൻ്റെ എല്ലാം ഒരു വാസ സ്ഥലമാണ്. കുട്ടികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിച്ചി ചീന്തുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ആ ഒറ്റൊരു ഫോറസ്റ്റിലേക്ക് പോകാതിരിക്കാൻ പിള്ളേർക്ക് ആ ഒരു ബുദ്ധി അങ്ങനെ തോന്നാതിരിക്കട്ടെ, അവർ ആ അതിലേക്ക് ചെന്ന് ചാടാതിരിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ ശാലിനി. ചേച്ചി എനിക്ക് എന്തായാലും ശരി തന്നെ ചേച്ചി, എനിക്കിപ്പോൾ ഞാൻ മീൻപാറയിലേക്ക് ഞാൻ പോവാണ്. ശാലിനി അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ പോലീസ് ഫോഴ്സ് പോകുന്നുണ്ട്. ചേച്ചി ഒന്ന് മനസ്സിലാക്കണം ചേച്ചി, അതിൻ്റെ ഒപ്പം തന്നെ ഈ കാണാതെ പോയിരിക്കുന്നത് 2 കുട്ടികളാണ്. അതിലൊന്ന് നമ്മുടെ മോളാണെങ്കിൽ മറ്റൊന്ന് സത്യഭാമയുടെ കൊച്ചുമോളാണ്. അത് ആരാ ഞാൻ പറയാതെ തന്നെ അറിയാലോ ചേച്ചി. ഓരോ സമയത്തുള്ള അപ്ഡേറ്റ് അവിടെയും കൂടെ അറിയിക്കണം, കാരണം അവർക്ക് ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല, അതെനിക്ക് നിർബന്ധം, അറിയാലോ ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്കും അറിയാം ശാലിനി, മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ലോക്കൽ ഓഫീസറായിട്ടുള്ളത് മിസ്റ്റർ നഹാസാണ്. നഹാസ് കുട്ടിയുടെ പാരൻസിൻ്റെ എല്ലാം ഫോൺ നമ്പർ വിളിച്ച് അതിനകത്ത് എടുത്ത് അവർക്ക് എന്താണ് സ്ഥിരം അപ്ഡേറ്റ് കൊടുത്തേക്കണമെന്ന് നഹാസിനോട് പറയുന്നുണ്ട്. അപ്പം ഇതിനെ തുടർന്ന് അടുത്ത എപ്പിസോഡിനകത്താണെങ്കിൽ നേരത്തെ എന്താണ് രോഹിത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കുട്ടി മീൻപാറയിലേക്ക് പോയിന്ന് നെക്സ്റ്റ് എപ്പിസോഡാണ്, അതായത് നാളെ, അതായത് ട്യൂസ്ഡേ കാണിക്കുന്ന എപ്പിസോഡിനകത്ത് അതും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഈ കുട്ടികൾ പോകുന്നതാണ് പിന്നെയും ബസ്സിനകത്ത് കാണിക്കുന്നത്. ആ വ്യക്തി ആ കുട്ടികളെ തന്നെ നോക്കിയിരിക്കുന്നു. ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് മാല നന്നായിട്ട് അടിച്ച് മാറ്റി എടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വീണ്ടും എന്താണ് ശ്യാമ ഇവരൊക്കെ ആയിട്ട് എന്താണ് കാറിനകത്ത് പോയിക്കൊണ്ടിരിക്കുന്ന കാണിക്കുന്നുണ്ട്. പിന്നെ വീണ്ടും കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടും അതുപോലെ തന്നെ ഗോപാലേട്ടൻ വീണ്ടും വന്ന് ചോദിച്ചു, ശാരദ എന്തെങ്കിലും ആയോ? ഒന്നും ആയില്ല ഗോപാലേട്ടൻ മഞ്ഞൊന്നും കൊള്ളാതെ പോയി കിടന്നുറങ്ങിക്കോ, കാരണം ഇത്രയും നേരമായിട്ട് ആരും വന്നില്ല, ഒരു കാര്യവും അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. പ്രായമായി എന്ത് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ഗോപാലേട്ടൻ വീണ്ടും അകത്ത് കയറി പോവാണ്. പുള്ളിക്കാരൻ ആ ഒരു നിസ്സഹായത ഒത്തിരി ഉണ്ട്. അപ്പോഴത്തേക്കുമാണ് നേരെ എന്താണ് നമ്മുടെ ശാന്ത ഓടി കയറി വരുന്നത്. ശാരദാമ്മ എന്തുവായി, വല്ലതും അറിഞ്ഞോ? നീ എങ്ങനെ അറിഞ്ഞടി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് എന്നെ ശാലിമോളെ വിളിച്ച് പറഞ്ഞ് നിങ്ങൾ 2 പേരും ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, വന്ന് നോക്കണമെന്ന് പറഞ്ഞ്. ഈ ജന്മങ്ങളുടെ കാര്യം എന്താ, വയസ്സായി, ഇനി ഞങ്ങളുടെ കാര്യം ഒന്നും നോക്കാതിരിക്കുന്നത്, ഇനി നമ്മുടെ 2 കുഞ്ഞുങ്ങളെ ആടി കാണാത്തത്. ശാരദാമ്മ സമാധാനപ്പെടും, നമുക്ക് വൈകിട്ടാകുമ്പോഴത്തേക്കും കട അടച്ചേക്കാം, അല്ലെങ്കിൽ ഈ വരുന്നവരെയും പോകുന്നവരെയും ഓരോരുത്തരെയും ചോദ്യത്തിനെല്ലാം ഉത്തരം പറയേണ്ടി വരും, നീ അതെന്തൊക്കെ ചെയ്യുന്നത്. അപ്പോഴത്തേക്കുമാണ് എന്താണ് ശാരദാമ്മ ഈ നേരെ പറഞ്ഞ് ശാന്തയുടെ ചെരുപ്പ് നോക്കുന്നത്. ശാന്ത തന്നെ ചെരുപ്പ് പറയും, അപ്പാടെ ചേറും മണ്ണും പൊടിയും ഒക്കെ ആണല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ശാരദാമ്മയ്ക്ക് പെട്ടെന്ന് ഈ നിൽക്കുന്ന ശാന്ത അതിൽ പെട്ടെന്ന് ആരെ ഓർമ്മ വരുന്നത്, നമ്മുടെ ഭാനുമതി അമ്മേനെയാണ് ഓർമ്മ വരുന്നത്. എന്നിട്ട് ശാരദാമ്മ എന്താണെന്നറിയോ, ഈ കാറ്റും കോളും ഒക്കെ അല്ലേ, നിങ്ങൾ ഇവിടെ ഒന്നും അല്ലേ ശാരദാമ്മ, നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്, പുറത്തൊക്കെ പേമാരിയും കാറ്റും കോളും ഒക്കെയാണ്, നിങ്ങളിതൊന്നും അറിയുന്നില്ലേ എന്ന് പറഞ്ഞ് അന്ന് ഭാനുമതി അമ്മ അന്ന് വന്ന് സ്വപ്നത്തിൽ പറഞ്ഞായിട്ട് തോന്നിയില്ലേ, അത് ശാന്ത വന്നിട്ട് പറഞ്ഞ് ഇവിടെ അങ്ങ് ആരും ഇല്ല ശാരദാമ്മ എന്ന് പറഞ്ഞ പോലെ അതേ സ്വപ്നം വീണ്ടും ശാന്തയാണ് സംസാരിക്കുന്നതെങ്കിലും ആ ശാന്തയെ ഭാനുമതി അമ്മയായിട്ട് അങ്ങ് തോന്നുവാണ്. അപ്പോഴത്തേക്കും എന്താണ് ശാരദാമ്മ എന്താണ് പെട്ടെന്ന് നെറ്റി അങ്ങ് ഉണരുവാണ്. ആ നെറ്റി ഉണർന്നിട്ട് എന്താണ് ശാന്തയോ, അല്ല ഭാനുമതി അമ്മേ, നിങ്ങൾ എന്തുവാ ശാരദാമ്മേ, നിങ്ങൾ വീണ്ടും പകൽ സ്വപ്നം കാണാൻ തുടങ്ങിയോ, നിങ്ങൾ പഴയതുപോലെ എന്ന് പറയാം. അല്ലടി, ഇത് പകൽ സ്വപ്നമൊന്നുമല്ല, എനിക്കിപ്പോഴാണ് മനസ്സിലായത്, അന്ന് ഭാനുമതി അമ്മ വന്നത് ഈ ഒരു കാര്യം പറയാൻ തന്നെയാണ്. ശാന്തേ, അയ്യോ എൻ്റെ 2 കുട്ടികളിനകത്ത് ഒരാളെ ഇനി തിരിച്ച് കിട്ടത്തുള്ളൂ ശാന്തേ എന്ന് എന്നിട്ട് ശാരദാമ്മ എന്താണ് ഭയങ്കരമായിട്ടും കരയുവാണ്. ശാരദ, നിങ്ങൾ എന്തോ പറയുന്നത്, ശാലിനി മോൾ ഒരു കളക്ടറല്ലേ, എല്ലാ പോലീസും കൂടെ ഇല്ലേ, കുട്ടികളെ 2 പേരും കിട്ടും, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കടന്നത്? അല്ല ശാന്തി, അന്ന് ഭാനുമതിയമ്മ വന്നപ്പോൾ പറഞ്ഞതാണ് 2 കുട്ടികളുണ്ടെങ്കിൽ 2 പേരിൽ ഒരാൾക്ക് സന്താന ഭാഗ്യം കാണത്തുള്ളൂ. ഇതിന് പോലീസിനും പട്ടാളത്തിനും ആർക്കും വിചാരിച്ചാലും നമ്മുടെ കുട്ടികളെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ശാന്തി, എനിക്കറിയാം, ഇതിനെല്ലാം ഒരു പരിഹാരമേ ഉള്ളൂ, അതാണ് ചെയ്യേണ്ടത്. നീ എൻ്റെ കൂടെ വാ ശാന്തി, നമുക്കൊരു സ്ഥലം വരെ പോകണം. എവിടേക്കാണ് ശാരദാമ്മേ പോകേണ്ടത്? പറയുന്നു, അതൊക്കെ ഉണ്ട്, നീ വാ, എല്ലാ കാര്യത്തിനും ഒറ്റൊരു സ്ഥലമേ ഉള്ളൂ, ഇതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സ്ഥലത്തിലേ രക്ഷയുള്ളൂ, മല്ലീശ്വരൻ കോവിൽ. അന്ന് ഭാരതിമ പറഞ്ഞ പോലെ തന്നെ അവിടെ തന്നെ പോകണം, ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നു. പിന്നെ കാണിക്കുന്ന ബസ്സിനകത്ത് ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് മാല മോഷ്ടിച്ചല്ലോ അയാൾ. എന്നിട്ട് ഈ കണ്ടക്ടർ ചോദിക്കുമെന്ന് ആരെങ്കിലും ടിക്കറ്റ് എടുക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നേരെ ഇയാൾ, ദേ കണ്ടക്ടറെ നോക്കി, ഒരു സ്വർണ്ണമാല വീണ് കിടക്കുന്നത് ആരുടെയെങ്കിലും ആണോ എന്ന് ഭയങ്കര സത്യസന്ധനാന്നങ്ങ് ബോധിപ്പിക്കാൻ വേണ്ടി ഇവൻ തന്നെയാണ് അടിച്ചു മാറ്റി. എന്നിട്ട് ആ ഒരു സത്യസന്ധത കാണിക്കും. അപ്പോൾ നമ്മുടെ പപ്പിമോള് കഴുത്തി തപ്പി നോക്കിയിട്ട് അടുത്ത പപ്പിമോള് പറയുന്നത് എൻ്റെ മാലയാണെന്നാണ് പറയാൻ പോകുന്നത്. അതുവരെയാണ് ഈ എപ്പിസോഡ്
ടോട്ടൽ ഹൈലൈറ്റ്. കാരണം അയാൾക്ക് വിശ്വസ്തത നേടണം ആ ബസ്സിൽ ഉള്ളവരുടെ എല്ലാവരെയും. അതാണ് അയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. പിള്ളേരെ അതുപോലെ തന്നെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ടോട്ടൽ ഹൈലൈറ്റ്. അപ്പോൾ എല്ലാവർക്കും റിവ്യൂ ഇഷ്ടപ്പെടും വിചാരിക്കുക. അടുത്ത എപ്പിസോഡും വളരെ രസകരമായൊരു കാര്യമാണ്. അപ്പോൾ നോക്കി തന്നെ കാണുക. താങ്ക് യു. സപ്പോർട്ട് ചെയ്യുക. ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.